കണ്ണു കാണാത്തവരോട് ലോകം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അവർ പറയും എല്ലാം ഒരുപോലെയാണെന്ന്. പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിച്ച മഹാൻ പല ലോകങ്ങൾ രൂപപ്പെടുത്തി. ഭൂമിയാകുന്ന ശൂന്യതയിലേക്ക് ജീവൻ വീണുകൊണ്ടിരുന്നു. ഇവിടെ വിരിയുന്ന ജീവനുകളെല്ലാം പല കോലത്തിൽ ഉയർന്നു. മണ്ണിനടിയിലും മലമുകൾ വരെയും പരസ്പരം പരിചയമില്ലാത്ത എത്രയെത്ര ജീവജാലങ്ങൾ. അതിൽ മനുഷ്യർ സ്വപ്നങ്ങളാലും ആഗ്രഹങ്ങളാലും നയിക്കപ്പെടുന്നു. സംശയത്തിന്റെയും ഭയത്തിന്റെയും ഭാരം കൊണ്ടു നടക്കുന്നു. അത്ഭുതവും അരാജകത്വവും നിറഞ്ഞൊരു ലോകത്തിലേക്കാണ് നാം ഉണരുന്നത്. ഓരോ ദിവസവും അപ്രതീക്ഷിതമായ കാര്യങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. ചിരിക്കുന്നു, കരയുന്നു, ക്രൂരമായി സ്നേഹിക്കുന്നു, ചിലപ്പോൾ ഹൃദയഭേദകമായി നഷ്ടപ്പെടുന്നു. ഓരോ ജീവിതവും ഒരു കഥയാണ്. പ്രണയവും നഷ്ടവും വിജയവും നിരാശയും രൂപപ്പെടുത്തിയ അനുഭവങ്ങളുടെ കഥ. ജീവനും മരണവും പ്രവചനാതീതമായൊരു യാത്രയാണ്, അല്ലേ? മരണം ഒരു യാഥാർത്ഥ്യമായി നിലകൊള്ളുന്നു. ജീവിതത്തെ പിന്തുടരുന്നൊരു നിശബ്ദതയാണത്, ഭയപ്പെടുത്തുന്നതും വിമോചിപ്പിക്കുന്നതുമായത്. ജീവിതത്തിൽ ലക്ഷ്യത്തിനായി തിരയുന്നു, ഓർമ്മിക്കപ്പെടാനും ശ്രമിക്കുന്നു. നമ്മൾ സൃഷ്ടിക്കുന്ന കഥകളെക്കുറിച്ചും ലോകത്തിൽ നാം അവശേഷിപ്പിക്കുന്ന അടയാളങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നു, ആഘോഷിക്കുന്നു. ഈ പ്രപഞ്ചം നിയന്ത്രിക്കുന്ന മഹാൻ ജനനം മുതൽ മരണം വരെ നിർണയിക്കുമ്പോൾ ഭൂമിയിൽ യുദ്ധമുണ്ടാവുമോ? മനുഷ്യരും മൃഗങ്ങളും പരസ്പരം കൊല്ലുമോ? ഭൂമി ഒരു പരീക്ഷണമാണ്. പക്ഷേ വാനം നിറയെ അത്ഭുതരും ഭൂമിയിൽ നിറയെ പോരാട്ടവുമായി പോകുമ്പോൾ കാണുന്നതെല്ലാം ഒരു നിറമാവുകയും ഓടിയലഞ്ഞവർ ശൂന്യതയിൽ വീണാലും ഭൂമി നിൽക്കാതെ കറങ്ങലാണ്. എടാ, എനിക്ക് ചെറിയ പേടിയുണ്ട് കേട്ടോ. എന്തിനാണ്? പേടിക്കാനായിട്ട് ഇവിടെ ആരുമില്ല. അതാണ്, ആരും ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ആരും ഇല്ലാത്തല്ലേ അല്ലേ? അപ്പൊ സമാധാനമായിട്ട് കാണാം. ജീവനുള്ളതിനെ പേടിച്ചാ പോരും. പെട്ടെന്ന് കണ്ടിട്ട് ഇറങ്ങാം. ആദ്യം നീ ഇതെല്ലാം ഒന്ന് കാണും. വെറുതെ ആരെങ്കിലും ഗോസ്റ്റ് ടൗൺ എന്നൊക്കെ പേരിടോടാ. അതെല്ലാം കഥകളല്ലേ. ഇവിടുത്തെ കൊട്ടാരത്തിലെ ഏതോ ഒരു മന്ത്രിക്ക് ഈ ഗ്രാമത്തിലൊരു പെൺകുട്ടിയെ വേണമെന്ന് പറഞ്ഞു. കല്യാണം കഴിക്കാനാണ് തോന്നുന്നത്. ആ പെൺകുട്ടിക്കെന്നല്ല, ഈ ഗ്രാമത്തിലുണ്ടായിരുന്ന ആർക്കും അതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. മന്ത്രി എതിർക്കാനുള്ള ധൈര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടുത്തെ ആളുകൾ വേറൊരു സ്ഥലത്തേക്ക് കുടിയേറി.
അത്രേ ഉള്ളൂ. ഒറ്റ രാത്രി കൊണ്ട് ഈ ഗ്രാമത്തിലുണ്ടായ എല്ലാരും പോയി അല്ലേ? അതെ, അവർ വേറെ എവിടെ പോയി സുഖമായിട്ട് ജീവിച്ചിട്ടുണ്ടാവും. എടാ മന്ത്രി തീർത്ത എല്ലാരെയും പുള്ളി കൊന്നു. അതുകൊണ്ടാണ് പിന്നീട് ഇവിടെ താമസവർക്ക് അവരുടെ ശല്യം ഉണ്ടായിരുന്നത്. എടാ അത് ഇവിടുത്തെ ആൾക്കാർ വെറുതെ പറഞ്ഞുണ്ടാക്കണതല്ലേ, ഇവിടെ വേറെ ആരും കുടിയേറി താമസിക്കാതിരിക്കാൻ. അല്ലടാ, അത്രയും പേരുടെ ശാപമാണ്. അവരിവിടെ തന്നെ കുഴിച്ചിട്ടുണ്ടാവും. ഇപ്പോഴും ഇവരിവിടെയൊക്കെ തന്നെ ഉണ്ട്. ആ എന്നാ നീ ഊഹിച്ചു നോക്ക്. ഇവിടെ വന്നിട്ട് അങ്ങനെ എന്തെങ്കിലും നിനക്ക് തോന്നിയാ? അതോ ആരെങ്കിലും നീ കണ്ട? രാത്രിയാടാ പ്രശ്നം. രാത്രിയാ? രാത്രി കഥ എന്ന് പറഞ്ഞ ഒരാളാണ് ഇവിടെ ആദ്യമായിട്ട് താമസം തുടങ്ങി. കഥനല്ല, കാതകനാണ് അവൻ. ഇവിടുത്തെ വീടുകളൊക്കെ എല്ലാം ഒരേപോലെ. എല്ലാം തകർന്നിറങ്ങാണ്ടില്ലടാ. ആ മന്ത്രി ഇതെല്ലാം തകർത്ത് വിട്ടുള്ളവരൊക്കെ കൊന്നതാണ്. ഏയ് ഇവിടെ ഭൂകമ്പം ഒന്നും ഇങ്ങനെ ആയതാണ്. അതൊക്കെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ പാരനോമൽ ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ കാണുന്നതെല്ലാം ഉണ്ടാക്കിയ മനുഷ്യർക്ക് ഇങ്ങനെ ഒരു കഥ ഉണ്ടാക്കാനാണോ പാട്? ഈ മനുഷ്യരേക്ക് ഉണ്ടാക്കിയ ഒരാളുണ്ട്. അത് കഥയല്ല, ഇതും കഥയല്ല. എടാ ഇവിടെ എന്തോ ഉണ്ടെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് എനിക്ക് അതൊക്കെ ഉള്ളതായിട്ട് തോന്നണേണ്. നീ ജനിച്ചപ്പോ മുതൽ കേൾക്കണ ഇതുപോലുള്ള കഥകള് മൂടിയിരിക്കണേ നിന്റെ മനസ്സ്. എടാ, നീ വായിക്കണ പല കഥകളും നീ വിശ്വസിക്കണില്ലേ? അതുപോലെ തന്നെയാണ് ഇതും. ഈ ഭൂമിയിൽ മുഴുവൻ അത്ഭുതരും പരലോകവാസികളുണ്ടെന്നല്ലേ നീ വിശ്വസിക്കണത്? അതെ, അതൊക്കെ ഉള്ളതാണ്. നീ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ കണ്ടവരുണ്ട്. അതെന്താ നിനക്ക് കാണാൻ പറ്റാത്തത്? എടാ, അതെല്ലാരും കാണാൻ പറ്റില്ല, എപ്പോഴും കാണാൻ പറ്റണമൊന്നുമില്ല. ആ അവരെ കാണാൻ പ്രത്യേക സമയമൊക്കെ ഉണ്ടല്ലേ? അല്ല അവരെന്തുകൊണ്ടാ ഇരുട്ടിൽ മാത്രം പറഞ്ഞത്? ഇരുട്ടില് മാത്രമല്ല, ഈ കാണുന്ന പകലിലും വരും. എന്നിട്ട് എവിടെ? ഞാൻ കാണാനില്ലല്ലോ. അതെന്താണ്? അവർക്ക് പകൽ വെളിച്ചത്ത് വരാൻ പേടിയാണോ? നീയേ ഒറ്റ കണ്ടിട്ട് വന്നാ മതി.